ഗോഡ്, ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇനിയും ആ ഞെട്ടലിൽ നിന്നും മുക്തയായിട്ടില്ല. അത്ര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. എന്തോ പറഞ്ഞാൽ അത്രയും ഷോക്കിംഗ് അല്ല. കാരണം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനത്തെ വീഡിയോ സർവ്വസാധാരണമാണ്. അത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. വീഡിയോ കണ്ടുവല്ലോ? എങ്ങനെയുണ്ട് വീഡിയോ? സൂപ്പറായിട്ടുണ്ടല്ലേ? അപ്പോൾ വീഡിയോയെ കുറിച്ച് എന്താണ് എല്ലാവരുടെ അഭിപ്രായം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമ്മൾ ഇപ്പൊ ഈ പുതിയ ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ ഓൾഡ് ജനറേഷനെയും പുതിയ ജനറേഷനെയും ഒക്കെ വെച്ച് നോക്കിയാൽ കുറച്ച് ഓൾഡ് ജനറേഷനിലുള്ള ആളുകൾ പോലും ഇപ്പോൾ അയ്യോ തന്ത വൈബ് അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് ആണ് എന്ന് പറഞ്ഞ് കളിയാക്കും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളും ഉണ്ടെന്നുള്ളത് ഭയങ്കര വേദനാജനകമായ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സത്യമാണ് ശരിക്കും പറഞ്ഞാൽ. സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും എൻ്റെ ബോഡി എൻ്റെ ഫ്രീഡം. അതിപ്പോൾ അവരുടെ ഒരു മുദ്രാവാക്യമായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പിലും പറഞ്ഞിട്ടുണ്ട്, ഇതേപോലത്തെ വീഡിയോസിൽ അമല പോൾ ഇട്ടിരുന്നു ചെറിയ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ്, അങ്ങനത്തേതൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ അവരൊക്കെ വന്നിട്ട് ഓക്കെ സെലിബ്രിറ്റീസ് ആണ്. പക്ഷെ ആര് തന്നെ ആയാലും എനിക്ക് തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഇപ്പൊ ഏത് പെൺകുട്ടികളാണെങ്കിലും ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ടൈപ്പ് ഓഫ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് കവർ ചെയ്ത് നടക്കുന്ന ഒരാൾ അയാളുടെ കയ്യോ കാലോ ഒന്നും തന്നെ വെളിയിൽ കാണില്ല. അപ്പൊ അയാളുടെ മനസ്സിൽ അങ്ങനെ മറ്റുള്ളവരെ കാണിക്കണം എന്ന ഒരു മേ ബി ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഈ സെലിബ്രിറ്റീസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ വീഡിയോയിൽ അവർക്ക് വേറെ ഏതൊരു രീതിയിലുള്ള കഴിവുകൾ ഇല്ലാന്ന് വെച്ചു. സപ്പോസ് കുറെ ആളുകൾ പാട്ട് പാടുന്നു, കുറെ ആളുകൾ നന്നായി ഡാൻസ് ചെയ്യുന്നു, കുറെ ആളുകൾ കോമഡി വീഡിയോസ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് എക്സ്ട്രാ ഡീസന്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിനൊക്കെ നിറയെ ആളുകളും നിറയെ വ്യൂസും നിറയെ ലൈക്സും ഒക്കെ കിട്ടുന്നുണ്ട്, നിറയെ റീച്ചും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ചില ആളുകൾക്ക് ഇതൊന്നും അറിയില്ലാത്ത ആളുകളുണ്ടാവും, ശരിക്കും ഡാൻസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ കുറച്ച് ആളുകൾ കോമാളിത്തരങ്ങൾ കാണിക്കുന്നുണ്ടാവും. ഇപ്പൊ അതും വയ്യാത്ത കുറെ ആളുകളുണ്ട്, എനിക്ക് കോമാളിയായിട്ട് റീച്ച് കിട്ടേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട്. അപ്പൊ ഇനിയും ഒരു വിഭാഗം ആൾക്കാർ വരുന്നത് ശരി കുറച്ച് ബോഡി പാർട്സ് ഒക്കെ വെളിയിൽ കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് 100% റീച്ച് ഉണ്ടാവും. കാരണം നമ്മുടെ ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം ഹ്യൂമൻ ബീയിങ്സ്, ഈവൻ ഒരു പെണ്ണാണ് ഓൾമോസ്റ്റ് ബോഡി കാണിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഒരു പെണ്ണാണ് ഇവിടെ നിൽക്കുന്നത്, ഈവൻ ഞാനാണ് ഇവിടെ നിന്ന് നോക്കും, ഞാനും നല്ല ഏത് പെണ്ണാണെങ്കിലും നോക്കും. അപ്പൊ പിന്നെ ആണുങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? സോ അവരുടെ ടാർഗറ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇല്ലാണ്ട് നടന്നു കഴിഞ്ഞാൽ ആളുകൾ ഉറപ്പായിട്ടും നോക്കും. നമ്മൾ കമന്റ് സെക്ഷനിലേക്ക് പോയി നോക്കിയാലും ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ഇട്ടുകൊണ്ട് എന്നെ ആയിരിക്കും ചീത്ത വിളിക്കുന്നത്. അത് അവളുടെ ഇഷ്ടമല്ലേ, അവള് ഡ്രസ്സ് ഇടാണ്ട് നടന്നാൽ നിനക്ക് എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. കാരണം അത് അവളുടെ റൈറ്റ് ആണ്. ഡ്രസ്സ് ഇടണോ വേണ്ടയോ എന്നുള്ളത് അത് അവളുടെ റൈറ്റ് ആണ്. അവൾ എങ്ങനെ വേണമെങ്കിലും നടക്കും. കാരണം അതിന് അപ്പൊ അവരെയും നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കൾച്ചർ എന്ന് പറയുന്നത്, നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ ഇസ് ടോട്ടലി ഡിഫറെന്റ് ആണ്. അതും എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെന്റ് ആണ്. ഇവൻ നോർത്ത് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ചെറിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള അപ്പൊ തൊട്ടേ കാണാമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈവൻ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. സോ ഇപ്പം അത് നമുക്ക് അതൊരു മാറ്ററേ അല്ല. സോ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാൻ പാടില്ല എന്ന ഒരു റൂളോ നിയമമോ ഒന്നുമില്ല, അതിന്റെ ആവശ്യവും ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലം തൊട്ടേ ഒരു രീതിയുണ്ട്, പിന്തുടർന്നു വരുന്ന രീതി. ഓൾമോസ്റ്റ് കവർ ചെയ്ത ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു രീതി ആയിരുന്നു. അതിൽ കൂടെ നമ്മൾക്കൊക്കെ മനസ്സിലാവേണ്ടത് എന്താണ്, പെൺകുട്ടിയുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ കാണിക്കാൻ പാടില്ല, മൂടിയിട്ട് നടക്കണം. ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. എന്താ പറഞ്ഞാൽ അവരുടെ ബോഡി അത് പണ്ട് തൊട്ടേ അത് പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പൊ അതൊരു പ്രോബ്ലമേ ആവുന്നുണ്ടായിരുന്നില്ല അല്ലേ? അത് പണ്ട് തൊട്ടേ അത് മൂടിക്കൊണ്ട് നടന്നത് കൊണ്ട് പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകുന്നു. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ട ഈ വീഡിയോയില്
ആ പെൺകുട്ടി ഇന്നസ് ഇട്ടിട്ടുണ്ടാവാം, പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. മുകളിലത്തെ ടോപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, താഴത്തേക്ക് ഒന്നും കാണുന്നില്ല. ഞാൻ വിചാരിക്കുന്ന താഴത്തേക്ക് പാൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. മേ ബി സ്കിൻ കളർ ഇട്ടിട്ടുണ്ടാവോ? ഇല്ല, ചാൻസേ ഇല്ല. കാരണം സ്കിൻ കളർ ആണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാകാം, ഏതോ ഒരു പൊസിഷനിൽ നമുക്ക് കാണാൻ പറ്റും ആ സ്കിൻ കളറായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ. സോ ഇപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഇങ്ങനത്തെ ഓരോ ബോഡി എക്സ്പോസ് ചെയ്ത്, ഞാൻ മുമ്പിൽ പറഞ്ഞ പോലെ തന്നെ കോമഡി ചെയ്യാനോ അല്ലെങ്കിൽ പാട്ടോ അങ്ങനത്തെ ഒരു കഴിവുകളും ഇല്ലാതെ വരുമ്പോൾ റീച്ച് കിട്ടാൻ എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല എന്ന് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇല്ലാണ്ട് ഓരോ വീഡിയോ എടുത്തിടുന്നത്. അതിനൊക്കെ അപാര ധൈര്യം വേണമെന്ന് വെച്ചോ. അപ്പൊ എൻ്റെ അടുത്ത് പറയും, ഇതൊക്കെ എടുത്ത് വീഡിയോ ഇട്ട് കാണിക്കുന്ന നിനക്കോ എന്ന് ചോദിക്കും. പക്ഷെ എങ്കിലും നമ്മൾക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കാനും മാത്രമുള്ള അത്രയുള്ള ധൈര്യമൊന്നും നമുക്കില്ല കേട്ടോ. എന്താ പറയുന്ന പോലെ അത് ഞാൻ വളർന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ കുറച്ച് ഓൾഡ് ജനറേഷനിൽ വളർന്നതായതുകൊണ്ട് എനിക്കതൊന്നും താല്പര്യവും ഇല്ല. എൻ്റെ ബോഡി എൻ്റെ റൈറ്റ് തന്നെ, കറക്റ്റ് തന്നെ, എൻ്റെ ഫ്രീഡമാണ്. പക്ഷെ എനിക്ക് ആ ഫ്രീഡം അത്രയ്ക്ക് അങ്ങോട്ട് ആവശ്യമില്ല. നോർമലി കുറച്ചൊക്കെ ഓക്കെ എന്നല്ലാണ്ട് ഇതേമാതിരി പാൻറ് ഇടാണ്ട് നടക്കുക, ഫുൾ സ്ലിറ്റ് ഇവിടെ വരെയുള്ള സ്ലിറ്റ് ഇട്ടിട്ട് പാൻറ് ഇടാണ്ട് നടക്കുക എന്നുള്ള രീതിയൊന്നും എനിക്ക് താല്പര്യമില്ല.